2069 മാജിക് മെമ്പേഴ്സ്, ലീഡേഴ്സ്, ഫൗണ്ടേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സെഷൻ ലീഡ് ചെയ്യുവാൻ ലോ ഓഫ് അട്രാക്ഷൻ ടോപ്പിക്കിൽ ലീഡ് ചെയ്യുവാൻ ക്ലാരിറ്റി ട്രെയിനറായ സെയ്ഫ് വടപ്പാറ സാറിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. താങ്ക് യു ആരതി. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് റിമൂവ് ചെയ്യാമോ? സാറ് സ്ക്രീൻ ഷെയർ ഒഴിവാക്കി. നൗഫൽ ഓക്കെ. സോ വെരി വാം ഗുഡ് മോർണിംഗ് ഓൾ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരെയും കണ്ടിട്ട് കുറച്ചധികം ദിവസമായില്ലേ? ബി മാജിക്കിൻ്റെ ടീമിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഏകദേശം 15 ദിവസമായിട്ട് ബി മാജിക് വളരെ മനോഹരമായിട്ട് സ്കിയോളോൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആളുകളെയും അഭിനന്ദിക്കുന്നു. താങ്ക് യു ആൾ. കഴിയുന്നത്ര ആളുകൾ ക്യാമറ ഓൺ ആക്കിയിരിക്കുക. ഓക്കെ, നിങ്ങളെല്ലാവരെയും സെഷൻ എടുക്കാത്തതുകൊണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിവേ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. സോ നമുക്ക് ഇന്ന് സംസാരിക്കുന്നത് കൺസിസ്റ്റൻസിയും പെർസിസ്റ്റൻസിയും ആണ് നിങ്ങളുടെ റിസൾട്ട് തീരുമാനിക്കുക. ഇതിനെങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് കണക്റ്റഡ് ആവുന്നതാണ് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നമുക്ക് അറിവുകൾ ഒരുപാട് കൂടുമ്പോഴല്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരാളുടെ ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് യു നോ വിത്ത് വാട്ട് യു ഡു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതാണ് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക വാട്ട്സ് യുവർ ഇൻ്റലിജൻസ് എന്നുള്ള പാട്ട്. അപ്പോൾ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ബി മാജിക്കിലും ബാക്കിയുള്ള സംഘങ്ങളും ബുക്കുകളുടെയും ഓരോ പുസ്തകങ്ങളും ഓരോ ആളുകൾ പറയുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ മേടിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വെരി ഗുഡ്. ഓക്കെ, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. നോയിങ് ഈസ് നോട്ട് ദ പ്രോബ്ലം, ലിവിങ് ഇറ്റ് ഈസ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. അത്തരം ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും മോസ്റ്റ് പീപ്പിൾ ഓൾറെഡി നോ വാട്ട് വർക്ക്സ്. ഈറ്റ് ബെറ്റർ, മൂവ് ഡെയിലി, ഫോക്കസ് ഡീപ്ലി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിൾ തന്നെ പറയാം. നമുക്കൊരു കാര്യം അറിയാന്നുള്ളത് നമ്മൾ ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുമോ? യെസ് ഓർ നോ? നമുക്കൊരു കാര്യം അറിയാന്നുള്ളത് നമ്മൾ ചെയ്യുമോ? യെസ് ഓർ നോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഒരു കാര്യം അറിയുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുമല്ലേ? അറിയുന്നതുകൊണ്ട് കമന്റ് ചെയ്യും. അറിയാണെങ്കിൽ ചെയ്യുമല്ലോ? യെസ് ഓർ നോ? നിങ്ങൾക്കൊരു കാര്യം അറിയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യും. യെസ് ഓർ നോ? ബീന മാം എസ് പറയുന്നു. ഓക്കെ, വരട്ടെ, കമന്റ് വരട്ടെ. ഷീജ മാം എസ് പറയുന്നു, ഷൈമിന മാം എസ് പറയുന്നു, പ്രീത മാം എസ് പറയുന്നു, ഷീല മാം എസ് പറയുന്നു. ഓക്കെ, എന്നാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണ്. യെസ് ഓർ നോ? എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് സർ, പറ്റുന്ന ദിവസങ്ങളിൽ. എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ? യോഗ ചെയ്യാറുണ്ട്. ഇനി അടുത്തൊരു കാര്യം നോക്കാം നമുക്കല്ലേ. എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് ചെയ്തത് നല്ലതാണ്. എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് ചെയ്ത് നമുക്കറിയാം. എല്ലാ ദിവസവും അഫർമേഷൻ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും നമ്മൾ അഫർമേഷൻ ചെയ്യാറുണ്ടോ നോക്കുക. എല്ലാ ദിവസവും ബുക്ക് വായിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും നിങ്ങൾ ബുക്ക് വായിക്കാറുണ്ടോ നോക്കുക. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനുള്ള ഇതിന് നല്ലതാണ്. എല്ലാ ദിവസവും നിങ്ങൾ എഴുതാറുണ്ടോ നോക്കുക. ജങ്ക് ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല. നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കാറുണ്ട് നോക്കുക. അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, യൂട്യൂബും മറ്റതും മറിച്ചത് കോമഡി ഒന്നും കാണുന്നത് നല്ലതല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കാറുണ്ടോ നോക്കുക.
ഇനി എൻ്റെ എല്ലാ ചോദ്യത്തിനും കൂടെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നെക്സ്റ്റ് കമന്റ് ചെയ്തേ. ഞാൻ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല, ജങ്ക് ഫുഡ് അനാവശ്യമായിട്ട് കഴിക്കാറില്ല, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ബുക്ക് റീഡ് ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എഴുതാറുണ്ട്, ഓക്കെ, എല്ലാ ദിവസവും അഫർമേഷൻ കൊടുക്കാറുണ്ട്, എല്ലാ ദിവസവും വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് ചെയ്താറുണ്ട്. ഇങ്ങനത്തെ ആളുകളൊന്ന് കമന്റ് ചെയ്തേ, യെസ് എന്ന് കമന്റ് ചെയ്തേ. എല്ലാം ചെയ്യുന്ന ആൾക്കാർ ഇല്ല. ഇതില് ഒരു ഒരു 6 ചെയ്യാറുണ്ട്, ബാക്കിയൊന്നും ചെയ്യാറില്ല. ക്ലിയർ ആണോ? നമുക്ക് അറിയാന്നുള്ളത് നമ്മൾ ചെയ്യൂല. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, നമുക്കൊരു കാര്യം അറിയാന്നുള്ളത് നമ്മൾ ചെയ്യില്ല. എല്ലാവർക്കും അറിയില്ലേ, എല്ലാ ആളുകൾക്കും അറിയാം രാവിലെ നേരത്തെ എണീക്കണം നല്ലത്. എത്ര പേര് നേരത്തെ എണീക്കുന്നുണ്ട്? ബി മാജിക്കിന്റെ വിടുക. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത് നല്ലതാന്ന് എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? പുസ്തകം വായിക്കുന്നത് നല്ലതാന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ബി മാജിക്കിൽ വരുന്നതിന് മുമ്പ് അറിയില്ലേ? ഷില മാമിനായിക്കോട്ടെ, മേഘ മാമിനായിക്കോട്ടെ, ബീന മാമിനായിക്കോട്ടെ, നിങ്ങൾക്ക് ബി മാജിക്കിൽ വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ലതാണ്, ഓക്കെ, രാവിലെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പുസ്തകം വായിക്കുന്നത് നല്ലതാണ്, എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ ബി മാജിക്കിൽ വന്നാരാണോ പഠിച്ചത്? ആണോ? യെസ് ഓർണോ? എൻ്റെ സെഷൻസ് ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അവർക്ക് ചിലപ്പം ബോറടിക്കുമോ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സെഷൻ എടുക്കാം. യെസ് ഓർണോ? വായനയൊക്കെ തുടങ്ങി വിമാജിക്കൽ വന്നതിന് ശേഷമാണ്. നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. ഷൈമിന മാം ചോദ്യതല്ല, ബി മാജിക്കിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണോ വായന നല്ലതാണെന്ന് മനസ്സിലായത്? അതിന് മുമ്പ് തന്നെ അറിയായിരുന്നോ? അല്ല, അതിന് വായന നല്ലതാണെന്ന് അറിയുന്നുണ്ട്. അറിയാം, ചെയ്യാറുണ്ടായിരുന്നോ? ഇല്ല. ക്ലിയർ ആണോ? നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അതാണ് ഞാൻ ഇന്ന് മെയിൻ ടോപ്പിക്കും കൂടെ പറയുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് കുറച്ചും കൂടെ പഠിച്ചിട്ട് അടുത്ത സൈസ് സാർ ക്ലാസ് ആയിട്ട് ഞാൻ നന്നാവാം, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സാർ ക്ലാസ് ആയിട്ട് നന്നാവാം, ഓക്കെ, അടുത്ത മറ്റുള്ള ക്ലാസ് ആയിട്ട് നന്നാവാം, അല്ലെങ്കിൽ അടുത്ത ഈ തിയറി അപ്ലൈ ചെയ്തിട്ട് നന്നാവാം. അതൊന്നുമല്ല. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗെയിൻ ചെയ്തിരിക്കുന്ന അറിവുകൾ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ആക്ഷൻ ആക്കുന്നു എന്നുള്ളതോടത്താണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്, സക്സസ് ആവുന്ന. ഓക്കെ, ക്ലിയറാണോ? റസാഖ് സാർ, ബി മാജിക്കിന്റെ ഓരോ ഡിസ്ട്രിക്ട് വൈസുള്ള കമ്മിറ്റി വന്ന് തുടങ്ങിയോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് വന്ന് തുടങ്ങിയോ? എല്ലാ ജില്ലയിലും നമുക്ക് ഗ്രൂപ്പായോ? എല്ലാ ജില്ലയിലും ഇല്ല, പരമാവധി മലപ്പുറം കോഴിക്കോട് ഒക്കെ ഇപ്പൊ നിലവിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇങ്ങനെ ശീലമേന്റെ ഇതില്ലേ ഇല്ല, കോട്ടയം പ്രദേശിയ ഓരോ ആളുകളും ഉള്ള ഡിസ്ട്രിക്ട് ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ ഏത് ഡിസ്ട്രിക്ട് നിന്നാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. അത് ആക്ഷൻസ് നിങ്ങൾ അത് പഠിച്ചു പോയിട്ടില്ലേ കേട്ട് പോയിട്ടോ കാര്യമില്ല. ട്രിവാൻഡ്രത്ത് നിന്ന് ഷൈനി മാം എന്നൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. നിങ്ങൾ ഒറ്റക്കാണ്, നിങ്ങൾ ഒറ്റക്ക് മതി. കോട്ടയത്ത് നിന്ന് ഷീല മാം എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഷീല മാം മലപ്പുറത്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഷൈമിന മാം ആലപ്പുഴയ്ക്ക് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. രഞ്ജിത്ത് സാറ് മറ്റേ ട്രിവാൻഡ്രത്തിൽ ജോയിൻ ചെയ്യുക. കോഴിക്കോട് ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും. ഓക്കെ, ആദിത്യ ട്രിവാൻഡ്രം ഗ്രൂപ്പായി. ഓക്കെ, കണ്ണൂർ ഒരു ഗ്രൂപ്പ് ആരുണ്ടാക്കുക? അഫ്നീസ് ഉണ്ടാക്കുക. മണിസാറ് കോഴിക്കോട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഉണ്ണികൃഷ്ണൻ സാർ തൃശ്ശൂർ ഗ്രൂപ്പ് ഉണ്ടാക്കുക. വിധുബാല മാം ഇവിടെ ജോയിൻ ചെയ്യുക. ബീന മാം എന്ത് ചെയ്യുക? കോഴിക്കോട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഷമീറ മാം കോഴിക്കോട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജൂബി മാം എറണാകുളത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഷീജ മാം തൃശ്ശൂർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പ്രീത മാം തൃശ്ശൂർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും വെച്ചിട്ട് ഈ ഒരു മാസം, ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിൽ നമ്മൾ കണ്ടെത്തണം, ഓരോ ആളുകളെ നമ്മൾ കണ്ടെത്തണം. ദിസ് ഈസ് ഓൾ അബൌട്ട് ആക്ഷൻസ്. നിങ്ങൾ ഇപ്പം ബി മാജിക്കിന്റെ എല്ലാ ജില്ലയിലും ഗ്രൂപ്പ് ഉണ്ടാകുന്നത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് അറിയില്ല അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? ഞാൻ ഇപ്പൊ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറഞ്ഞു തരാന്നല്ലോ കേട്ടോ. എന്തുകൊണ്ട് നമ്മൾ ലൈഫിൽ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നീഡ് ഹാർഡ് വർക്ക്. എനിക്ക് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. നോ ഓപ്ഷൻ, അവിടെ ഒരു ഓപ്ഷനും ഇല്ല. ഡു ഇറ്റ് റെഗുലർലി. അവിടെ ഹാർഡായിട്ട് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഹാർഡായിട്ട് ചെയ്യുന്ന വർക്കിനെ സ്മാർട്ടായിട്ട് ചെയ്യാൻ കഴിവുണ്ടായിരിക്കുന്നുള്ളൂ. ഒരു സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ലൈഫിലേക്ക് വരുന്നില്ല. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നേരെ നിങ്ങൾ ലൈഫിലേക്ക് വരുന്നില്ല. അങ്ങനെ ഭയങ്കര സിമ്പിൾ അല്ലേ? നമ്മൾ അങ്ങോട്ട് മാനിഫെസ്റ്റേഷൻ തുടങ്ങിയിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്നാൽ പോലെ. മാനിഫെസ്റ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിനൊക്കെ ഉള്ളതിന്റെ ബേസിക് ആക്ഷൻ ആണ്. ഇപ്പോൾ നോളജ് എന്ത് ചെയ്യില്ല, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിയാന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യം വരും എന്നുള്ളത് എന്ത് ചെയ്യണ്ട, വെറുതെ തെറ്റിദ്ധരിക്കണ്ട. അപ്ലിക്കേഷൻ ഗ്യാപ്പ്, വെരി ഫ്യൂ പ്രാക്ടീസ് ഇറ്റ് ഡെയിലി. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന കുറച്ച് ആളുകൾ മാത്രം എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ദീസ് സ്പേസ് ബിറ്റ്വീൻ നോയിങ് ആൻഡ് ഡൂയിങ് ഈസ് വേർ ഡ്രീംസ് ഗോ ടു ഡൈ. ഓക്കെ, ഇവിടെയാണ് കുറേ ആളുകളുടെ സ്വപ്നങ്ങൾ മരിക്കുന്നത്. വിസ്റ്റം വിത്തൗട്ട് ആക്ഷൻ ഈസ് ജസ്റ്റ് എൻ എന്റർടൈൻമെന്റ്.
നിങ്ങൾക്കൊരു വിഷ്ടം ഉണ്ടാവുന്നില്ല. ഇത്രയും ക്ലാസ്സുകൾ കേട്ടിട്ട് വിഷ്ടം ഉണ്ടാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് an എന്റർടൈൻമെന്റ്. ബി മാജിക് ലൈക്ക് an എന്റർടൈൻമെന്റ്. രാവിലെ വരിക, ക്ലാസ് കേൾക്കുക, സിനിമക്ക് വരിക, പോവുക എന്നൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പണ്ട് സീരിയൽ കാണുക എന്നൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറെ സ്ക്രോൾ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് ബി മാജിക് നിങ്ങൾക്ക് മാറും. അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിട്ട് ബി മാജിക് നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ചോദിക്കാം. ഒരു ദിവസം ബി മാജിക്കിന്റെ സെഷൻ കേട്ടിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഇത്ര ആൾക്കാരുണ്ട്. എന്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക ബി മാജിക്കിന്റെ സെഷൻ കേട്ടിട്ടില്ലെങ്കിൽ, ബി മാജിക് ഒരു ദിവസം പങ്കെടുത്തിട്ടില്ലെങ്കിൽ, ജസ്റ്റ് ഒന്ന് എസ് കമന്റ് ചെയ്തേ. ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക, ഒന്ന് സെഷൻ പോയല്ലോ, മിസ്സായല്ലോ. ഷീല മാം വേറെ സത്യസന്ധമായിട്ട് പറയാം അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ യു ആർ അഡിക്റ്റഡ് ടു ബി മാജിക്. നിങ്ങൾ ബി മാജിക്കിന് അഡിക്റ്റഡ് ആണ്. ആ അഡിക്ഷനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കൊണ്ടുപോകാം. ഓക്കെ, രാവിലെ വന്ന് ബി മാജിക്കിന്റെ സെഷൻ കേട്ടിട്ട് നിങ്ങൾ എനർജൈസ്ഡ് ആവാനും വേണ്ടിയിട്ടല്ല വരേണ്ടത്. രാവിലെ വന്ന് ബി മാജിക്കിന്റെ സെഷൻ കേട്ടിട്ട് ഇന്നലെ ഉള്ള നിങ്ങളിൽ ഇന്ന് എന്ത് ചേഞ്ചസ്, എന്ത് ആക്ഷൻ ചേഞ്ചസ് കൊണ്ടുവരുന്നുള്ളിടത്താണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗണത്തിലേക്ക് പോകാൻ പോവാണ്, ഈ ആപ്ലിക്കേഷൻ ക്യാപ്പിലേക്ക് പോകാൻ പോവാണ്. അതുകൊണ്ടാണ് ബി മാജിക്കിന്റെ പല ആളുകളും അന്നുള്ള അതേ സ്ഥലത്തിന്റെ എപ്പോഴും ഉണ്ടാവാൻ കാരണം. ബിഹേവിയർ മീൻസ് മനസ്സിലാക്കുക, നിങ്ങളുടെ ബിഹേവിയർ അതിന്റെ പാറ്റേൺ ആണ് എന്ത് ചെയ്യുക, ബിൻ ചെയ്യുക. റിസൾട്ട് കം ഫ്രം ബിഹേവിയർ നോട്ട് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് അറിവ് എന്നല്ല റിസൾട്ട് ഉണ്ടാവുക. യുവർ ലൈഫ് റിഫ്ലക്ട്സ് യുവർ ഡെയിലി ആക്ഷൻസ്, നോട്ട് യുവർ ബെസ്റ്റ് ഇന്റൻഷൻ ഓർ യുവർ ലേറ്റസ്റ്റ് ഇൻസൈറ്റ്. ഇന്നലെ കുറെ കാര്യം പഠിച്ചു എന്നുള്ളതോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുറെ ഇന്റൻഷനോ ഇതൊന്നുമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വർക്കാവുക. ലൈഫ് എപ്പോഴും ഡിഫ്ലക്ട് ചെയ്യുക ഡെയിലി ആക്ഷൻസ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ഷൻ ഡെയിലി എടുത്തു എന്നുള്ളിടത്ത് മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. ബിഹേവിയറിന്റെ മലയാളം എന്താ? ബിഹേവിയറിന്റെ മലയാളം എന്താ? പെരുമാറ്റം. ക്ലിയർ ആണോ? പെരുമാറ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡെയിലി എങ്ങനെയാണ് ഒരു കാര്യത്തിനോട് ഉണ്ടാവുന്ന നമ്മളുടെ ഒരു സമീപനം, അല്ലേ? റിസൾട്ട് കംസ് ഫ്രം ബിഹേവിയർ നോട്ട് ഇൻഫർമേഷൻ. നിങ്ങൾ കുറെ പഠിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല. എത്രങ്ങാനും കുട്ടികൾ A+ മേടിക്കുന്നത്, എത്രങ്ങാനും ആളുകൾ റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നത്, വേറെ എവിടെയാണ് അവരുള്ളത്? നീറ്റ് എക്സാമിനേഷനിൽ 1ാമത്തെ റാങ്ക് നേടിയ കുട്ടിയാണോ ഏറ്റവും നല്ല ഡോക്ടർ? ആണോ? യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് നേടിയ ഏറ്റവും കുട്ടിയാണോ ആ കുട്ടി വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റ് ആള്? ആണോ? സോ റിസൾട്ട് കം ഫ്രം ബിഹേവിയർ നോട്ട് ഇൻഫർമേഷൻ. യുവർ ലൈഫ് റിഫ്ലക്ട് യുവർ ഡെയിലി ആക്ഷൻസ്. അന്ന് അയാള് പഠിക്കാനുള്ള കാര്യങ്ങൾ ഡെയിലി ആക്ഷൻസ് എടുക്കുന്നുണ്ട്. ഒന്നാമതായി ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ ഡെയിലി ആക്ഷൻസ് എടുക്കുന്നു, അതാണ് നിങ്ങളെ ഒന്നാമത് ബെസ്റ്റൊക്കെ ആക്കുക. സോ ഇതാണ് കുറേ ആളുകൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ സത്യസന്ധമായിട്ട് വരത്തേക്കും ഇതന്നെയല്ല നിങ്ങളുടെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ക്ലാസ് ഒക്കെ കേൾക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറയും, ബാക്കി സംഭവങ്ങൾ പറയും, അവിടെ ഗ്രൂപ്പിൽ കുറച്ച് ദിവസം ഉണ്ടാകാൻ പറയും. സ്ട്രോങ് ബിഗിനിങ് ഉണ്ടാവും. തുടക്കം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. 1ാം തീയതി ഒക്കെ ഉണ്ടാകുന്ന പോലെ എനർജി ഹൈ ആയിരിക്കും, മോട്ടിവേഷൻ ഇങ്ങനെ ഫ്ലോ ചെയ്യും, നിങ്ങൾ അറിയാതെ ബൂസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യും. ഫ്യൂ ഡേയ്സ് ഓഫ് എക്സൈറ്റ്മെന്റ്, പ്രോഗ്രസ് ഫീൽസ് ഈസി ആൻഡ് നാച്ചുറൽ. കുറച്ച് ദിവസം എന്ത് ചെയ്യും, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. ലൈഫ് ഗെറ്റ് ബിസി. ആളുകൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ ബിസി ലൈഫിലേക്ക് പോകും. പ്രയോറിറ്റീസ് ഷിഫ്റ്റ്, ഫോക്കസ് ഫ്രാഗ്മെന്റ്. പ്രയോറിറ്റീസ് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ആവും, ഫോക്കസ് ഫ്രാഗ്മെന്റ് ചെയ്യും, ഫോക്കസ് നിങ്ങൾ മിസ് ഔട്ട് ആവും. റൊട്ടീൻ ബ്രേക്സ്. ഡെയിലി എക്സസൈസ് ചെയ്ത ആൾ ഒരു ദിവസം അത് മുടങ്ങി, പിന്നെ അതിങ്ങനെ മുടങ്ങി, പിന്നെ അഫർമേഷൻ മുടങ്ങി, പിന്നെ ഇത് തുടങ്ങി, പിന്നെ ടു ഡു ലിസ്റ്റ് മുടങ്ങി. 1 skip become 3, then 7. ഒരു സ്കിപ്പ് എന്താവും, 3 മാറും, പിന്നെ ഒരാഴ്ചയായിട്ട് മാറും, പിന്നെ അതിന്ന് റൊട്ടീനിൽ പോകും. റീസ്റ്റാർട്ട്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. സ്റ്റോപ്പ്, റിപ്പീറ്റ്, ദ സൈക്കിൾ ബിഗിൻ അഗെയിൻ 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 അഗെയിൻ. ഈ ലൂപ്പിൽ പെടുന്ന ഒരാൾക്കും ലൈഫിൽ സക്സസ് ആകാൻ സാധിക്കും. നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ ഈ ലൂപ്പിൽ പെട്ടിട്ടുണ്ടോ? ദീസ് ലൂപ്പ് ഡിസ്ട്രോയ്സ് മൊമെന്റം. എവറി റീസ്റ്റാർട്ട് കോസ്റ്റ് എനർജി. നിങ്ങൾ ഓരോ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 6 മാസം ബാക്കിലേക്ക് പോയി. ഞാനപ്പോൾ എൻ്റെ ടീം മെമ്പേഴ്സിനോട് പറയാനാണ്, പ്രൊആക്റ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ഒരു ദിവസമല്ലേ, ഇന്നലെ ഞാൻ ചെയ്യാത്തുള്ളൂ. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഇന്നലെ ചെയ്യേണ്ട കാര്യം ഇന്നലെ തന്നെ ചെയ്യണം. കലാം പറഞ്ഞിട്ടുണ്ട്, ആജ് കരോ അബ് കരോ, അല്ലേ? കൽ കരോ ആജ് കരോ എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എവറി റീസ്റ്റാർട്ട് കോസ്റ്റ് എനർജി. എവറി റീസ്റ്റാർട്ട് കോസ്റ്റ് എനർജി. നിങ്ങളുടെ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഓഫ് ചെയ്തു, ഓക്കെ, ഓഫ് ചെയ്തിട്ട് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കൂടും.
അല്ലേ? അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ പെട്രോൾ അടിക്കും. യെസ് ഓർ നോ? യെസ് ഓർ നോ? എവറി റീസ്റ്റാർട്ട് കോസ്റ്റ് എനർജി. എവറി സ്റ്റോപ്പ് ഇറോഡ്സ് കോൺഫിഡൻസ്. നിങ്ങൾ ഓരോ തവണ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. ദ പാറ്റേൺ ഇറ്റ്സ് വിൽ ബിക്കം ദ പ്രോബ്ലം. ആ പാറ്റേൺ ആണ് എന്ത്? നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. നോട്ട് ലാക്ക് ഓഫ് വിൽ പവർ. വിൽ പവർ ഇല്ലാത്തതല്ല, ബട്ട് ലാക്ക് ഓഫ് സിസ്റ്റം ഡിസൈൻ. നിങ്ങൾ ഒരു സിസ്റ്റം ഡിസൈൻസിൽ ലാക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ലൂപ്പിൽ പെട്ടു. ബ്രേക്കിംഗ് ദി സൈക്കിൾ റിക്വയർഡ് അണ്ടർസ്റ്റാൻഡിങ് വൈ മൊമെന്റം മാറ്റേഴ്സ് മോർ ദാൻ മോട്ടിവേഷൻ. അവിടെയാണ് നമ്മൾ മൊമെന്റം എന്നുള്ളത് എന്തുകൊണ്ട് മോട്ടിവേഷനെക്കാളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഡു യു നീഡ് ടു ബ്രേക്ക് ദി സൈക്കിൾ. നിങ്ങൾക്ക് സൈക്കിൾ ബ്രേക്ക് ചെയ്യണോ? ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാർ കമന്റ് ചെയ്തേ. ഈ സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്തേ. യെസ് ഓർ നോ? എൻ്റെ ലൈഫിലുണ്ട് ഈ സൈക്കിൾ. ബി ഓപ്പൺ. എൻ്റെ ലൈഫിൽ ഈ സൈക്കിൾ ഉണ്ടാവാറുണ്ട്. ഷീല മാമിന്റെ ലൈഫിലുണ്ട്. ഓക്കെ, നൗഫലിന്റെ ലൈഫിലുണ്ട്. റസാഖ് സാറുടെ ലൈഫിലുണ്ട്. നമ്മുടെ ലൈഫിൽ ഉണ്ടോ ഇല്ല എന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. 2025 നിങ്ങൾ തന്നെയാണോ 2026 നോക്കുക? നോ ഡൗട്ട്. 2025 അതേ ഇൻകം തന്നെയാണോ നിങ്ങൾക്ക് 2026 2025 അതേ ഗ്രോത്തിൽ തന്നെയാണോ നിങ്ങൾ നിൽക്കുന്നത്? യു ആർ ഇൻ ദി സൈക്കിൾ. നോ ഡൗട്ട്. സൈക്കിൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് മാറും. ഇപ്പൊ എന്താ നമ്മൾ ചെയ്യുക? വൈ റിസൾട്ട് ഡോണ്ട് സ്റ്റേ. അട്രാക്ഷൻ വർക്ക് ഓൺ സിഗ്നൽ സ്ട്രെങ്ത്. നിങ്ങൾക്ക് അറിയാം അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന എന്താണ്? ഒരു സിഗ്നൽ സ്ട്രെങ്ത് ആണ്. യുവർ ഗോൾസ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ് ഓൾ റെസ്പോണ്ട് ടു ദ ക്ലാരിറ്റി ആൻഡ് പവർ ഓഫ് ദ സിഗ്നൽ യു ആർ സെൻഡിങ് ത്രൂ യുവർ ഡെയിലി ചോയ്സസ്. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? നിങ്ങൾ ഡെയിലി കൊടുക്കുന്ന വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ വരുന്നത്. സോ നമ്മൾ മനസ്സിലാക്കുക, സിഗ്നൽ സ്ട്രെങ്ത് ഈസ് ബിൽഡ് ത്രൂ റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ. ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് എങ്ങനെ ഉണ്ടാവുക നോക്കുക. ലോ ഓഫ് അട്രാക്ഷനിലെ സിഗ്നലിന്റെ സ്ട്രെങ്ത് ഉണ്ടാവുക റിപ്പീറ്റേഷനിലാണ്. ഏതുപോലെ? വൺ വർക്കൗട്ട് ഡസൻ ബിൽഡ് ഫിറ്റ്നസ്. ഒരു ദിവസം ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ആവുമോ? ഇല്ല. വൺ മെഡിറ്റേഷൻ ഡസൻ റീറൈറ്റ് സ്ട്രെസ്. ഒരു ദിവസം പിന്നെ മെഡിറ്റേഷൻ ചെയ്താൽ എന്ത് ചെയ്യില്ല? സ്ട്രെസ് റീവയർ ചെയ്യില്ല. റിപ്പീറ്റേഷൻ കോമ്പൗണ്ട് ഇൻ ടു ട്രാൻസ്ഫോർമേഷൻ. നല്ലൊരു ബോഡി വേണമെങ്കിൽ അയാൾ എല്ലാ ദിവസവും ജിമ്മിൽ പോവുകയും അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ സിഗ്നൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷനാണ്. അപ്പൊ നമ്മളിപ്പോ ആലോചിക്കേണ്ട സംഭവം ഇന്നലെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ചെയ്തിട്ട് ഇന്ന് വേറെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കഴിഞ്ഞ മാസത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കുന്നത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് റിസൾട്ട് ഈ മാസം കിട്ടണമെങ്കിൽ ഡു സംതിങ് ഡിഫറെന്റ്ലി. ഡു സംതിങ് ഡിഫറെന്റ്ലി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിപ്പീറ്റേഷൻ നീഡ്സ് കൺസിസ്റ്റൻസി. വിത്തൗട്ട് കൺസിസ്റ്റൻസി യു ആർ സ്റ്റാർട്ടിങ് ഫ്രം സീറോ എവറി ടൈം. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ പിന്നെ സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രസ് റിക്വയർസ് പിക്കിംഗ് അപ്പ് വേർ യു ആർ ലെഫ്റ്റ് ഓഫ്, നോട്ട് റീസ്റ്റാർട്ടിങ് പേർപ്പച്വലി. ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. എവിടെയാണ് നിങ്ങൾ നിർത്തി അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുമ്പോഴാണ് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണിസാർ എന്ത് ചെയ്തു? കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. മണിസാർ ആദ്യത്തെ ദിവസത്തിലൊക്കെ നടന്നു. രണ്ടാമത്തെ ദിവസം അവർക്ക് ആവേശം കയറി. മലപ്പുറത്തെ മണിസാറിന് തിരിച്ചു വന്നു. പിന്നെ മണിസാർ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നടക്കാൻ തീരുമാനിച്ചു. പിന്നെ മണിസാർ എന്ത് ചെയ്തു? മലപ്പുറം കൂടെ കഴിഞ്ഞിട്ട് പാലക്കാട് തിരിച്ചു വന്നു. പിന്നെ 3ാമത്തെ പ്രാവശ്യം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് മലപ്പുറത്തേക്ക് തിരിച്ചു വന്നു. മണിസാർ എന്തെങ്കിലും ട്രിവാൻഡ്രത്ത് എത്തുവോ? ആ പോക്ക് പോയി കഴിഞ്ഞാൽ മണിസാർ എന്തെങ്കിലും ട്രിവാൻഡ്രത്ത് എത്തുവോ? ഇംഗ്ലീഷ് എത്തുവോ? എസ് ഓർണോ? ഇല്ല, എത്തില്ല. ഇല്ല. ദിസ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ക്ലിയർ ആണോ? റാൻഡം എഫേർട്സ് ക്രിയേറ്റ്സ് എ വീക്ക് സിഗ്നൽ. ലോ ഓഫ് അട്രാക്ഷൻ എന്താ സംഭവിക്കുന്നത്? വീക്ക് സിഗ്നൽ. സ്കാറ്റേഡ് ആക്ഷൻസ് കൺഫ്യൂസ് ദ യൂണിവേഴ്സ്. ഇപ്പൊ നമ്മൾ ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ അഫർമേഷൻ കൊടുക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ അത് ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്ന ആൾക്കാരാവില്ലേ? ടീച്ചേഴ്സോ അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാര്? ഞാനാവണ്ട കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ? മെഡിറ്റേഷൻ ചെയ്താൽ, അഫർമേഷൻ ചെയ്താലും, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്താലും മാത്രമേ കിട്ടുമെങ്കിൽ ഡു യു തിങ്ക് ലൈക്ക് ദിസ്? നിങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ മാത്രം, നിങ്ങൾ അഫർമേഷൻ കൊടുത്താൽ മാത്രം, നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രം കിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് അതിലേക്ക് പോകാനുള്ള ടൂളാണ് ലോ ഓഫ് അട്രാക്ഷൻ. പോസിറ്റീവായിട്ട് നമ്മളെ എനർജിനെ കണക്ട് ചെയ്ത് വെക്കാനുള്ള ടൂള്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ടൂള്.
അതിന്റെ കൂടെ എന്ത് ചെയ്യണം? കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ് നടക്കണം. ആക്ഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ അറിയാമോ? യെസ് ഓർ നോ ഒന്ന് കമന്റ് ചെയ്തേ. ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ലോ ഓഫ് അട്രാക്ഷൻ അറിയാമോ? യെസ് ഓർ ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്തേ. യെസ് ഓർ നോ? ബീന മാം നോ എന്ന് പറഞ്ഞു. പ്രീത മാം, ഷൈനി മാം, അല്ലെ? അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം നോ ആണ്. അപ്പൊ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾസിന് ലോ ഓഫ് അട്രാക്ഷൻ എന്താന്ന് അറിയില്ല. അവർ ആ പേരേ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്ക് ഇതിന്റെ തിയറി ഉള്ളുകൊണ്ട് അറിയാം. ആ തിയറി എന്താ? ഞാൻ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുകയുമാണെന്ന് അവർക്ക് ഓരോരുത്തർക്കും അറിയാം. അല്ലാതെ മടി പിടിച്ചിട്ട് 555 ടെക്നിക്കും ബാക്കിയുള്ള സംഭവങ്ങളും ചെയ്തിട്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്ത് കേട്ടിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ ഗെയ്സ്, എനിക്ക് പറയാനുള്ളത് അതൊരു മിത്താണെന്നുള്ളതാണ്. അതൊരു തെറ്റാണ്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഏതെങ്കിലും ക്ലാസ് കേട്ട് അഫർമേഷൻ ചെയ്താൽ, വിഷ്വലൈസ് ചെയ്താൽ മാത്രം നിങ്ങൾ ലൈഫ് സക്സസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് പാർട്ട്. അഫർമേഷൻ ചെയ്യണം, വിഷ്വലൈസേഷൻ ചെയ്യണം, ഇതൊക്കെ ഒരു പാർട്ടാണ്. ഒരു 10%, ഓൺലി 10%, അല്ലെങ്കിൽ 5%, 10% എടുക്കണ്ട. ഓൺലി 5%, ഓൺലി ഫോർ യുവർ മെന്റൽ വെൽബീയിങ്. ബാക്കി 95% എന്താ അറിയോ? ബാക്കി 90% പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻസ് ആണ്. മോട്ടിവേഷൻ ബിയേഴ്സ് റിയൽ ലൈഫ്. ദ ട്രൂത്ത് അബൌട്ട് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ഇമോഷണൽ. നിങ്ങൾക്ക് അപ്പൊ കിട്ടുന്ന സുരേഷ് ഗോപിന്റെ ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. ഇറ്റ് റൈസസ് ആൻഡ് ഫാൾസ് വിത്തൗട്ട് മൂഡ്, എനർജി ആൻഡ് സർക്കംഫറൻസ്. അഡൾട്ട് ലൈഫ് ഈസ് പ്രാക്ടിക്കൽ. ബിൽസ് ഡോണ്ട് കെയർ അബൌട്ട് ഇൻസ്പിറേഷൻ. കിഡ്സ് നീഡ് അറ്റൻഷൻ റിഗാർഡ്ലെസ് ഓഫ് യുവർ സ്റ്റേറ്റ്. സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? System must work even on low energy days. Relaying motivation is like relying on weather. Build a system that function when you are tired, stressed or. നമ്മളവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ബിമാജിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, ബിമാജിക്കിലെ ആളുകൾ ഒക്കെ നിങ്ങൾക്ക് എന്തിനും വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേൺ ഔട്ട് ആവും. ഒരാക്ഷൻസിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുകൾ വരും, ചലഞ്ചസ് വരും. ബി ഹാപ്പി വിത്ത് ദാറ്റ്. ഇപ്പൊ ഇന്നലെ ഞാൻ 12 മണി വരെ മീറ്റിങ്ങിലാണ്. രാത്രി 12 മണി വരെ മീറ്റിങ്ങിലാണ്. ഞാൻ രാവിലെ 6 മണിക്ക് എനിക്ക് ടേബിൾ ടോക്കിന്റെ സെഷൻ ആയിരുന്നു. 6 മണിയുടെ ടേബിൾ ടോക്കിന്റെ സെഷൻ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് കുളിച്ചു മാറ്റി 7:30 ആയപ്പോഴേക്ക് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ അടുത്ത ട്രെയിനിന് കണ്ണൂരിൽ നിന്ന് നേരെ ബസ് എടുത്തിട്ട് ഇരിട്ടിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ണൂർ വേറെ സ്ഥലത്ത്, അവിടുന്ന് ഒരു സെക്കൻഡ് മീറ്റിംഗ്. ആ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പം ഞാൻ പുതിയതെടുത്തൊരു കമ്പനിയിൽ കുറെ ഇഷ്യൂസ്. അത് കഴിഞ്ഞ് കാലിക്കറ്റ് ഒരു 8:30 ആകുമ്പോൾ വീണ്ടും 8:30ക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഒരു 8:45 ആകുമ്പോൾ വീണ്ടും ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഓഫീസിൽ. അത് ഏകദേശം എൻ്റെ പാർട്ണറൊക്കെ വിളിച്ചിട്ട് ഓഫീസിലേക്ക് എത്തിയിട്ട് ഇവിടെ കിടക്കുന്നത് 12 മണിക്ക്. ആക്ഷൻസ്. നിങ്ങൾക്ക് ഒരു വർക്ക് കിട്ടണമെങ്കിൽ ആക്ഷൻസ് വേണം. അല്ലാതെ ഞാനിത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് ഇതൊക്കെ സോൾവ് ആവുന്ന രീതിയിലൂടെ നിൽക്കാൻ പറ്റുമോ? കണ്ണൂരൊന്നും പോകണ്ട, അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്ന പറയാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് ഈസി ഗേസ്. യു നീഡ് ടു ടേക്ക് ആക്ഷൻസ്. എത്രമാത്രം ആക്ഷൻസ് നിങ്ങൾ എടുക്കാൻ സാധിക്കുമോ അത്രമാത്രം റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ആക്ഷൻ ഇല്ലാതെ റിസൾട്ട് ഉണ്ടാവില്ല. ന്യൂട്ടൺ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എവരി ആക്ഷൻ ഭൂമിയുടെ റിയാക്ഷൻ. വെറുതെ നിങ്ങൾക്ക് ഫിസിക്സ് പഠിച്ചു വെക്കാനുള്ള സാധനമല്ലത്. കണക്റ്റഡ് ടു ലൈഫ്. പ്രകൃതിന്റെ നിയമം അങ്ങനെയാണെങ്കിൽ ലൈഫിന്റെ നിയമം അങ്ങനെ തന്നെയാണ്. എൻ്റെ ഈ കൈ ഇവിടെ ഇരിക്കുന്ന, എൻ്റെ ഈ കൈ പൊങ്ങണം. ഞാൻ ആക്ഷൻ എടുക്കണ്ടേ? ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്, എൻ്റെ കൈ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഐ ആം വെരി ഹെൽത്തി, ഐ ആം വെരി വെൽത്തി, ഐ ക്യാൻ മാനേജ് മൈ ഹാൻഡ്സ്. ഞാൻ എന്ത് ചെയ്യുന്നില്ല? എൻ്റെ ഹാൻഡ്സ് പൊക്കുന്നില്ല. റിസൾട്ട് കിട്ടുമോ? എൻ്റെ ഹാൻഡ്സ് പൊങ്ങണമെങ്കിൽ ഇവിടെ ഈ റിയാക്ഷൻസ് ഉണ്ടാവണമെങ്കിൽ ഇവിടെ ആക്ഷൻസ് ഉണ്ടാവണം. ആക്ഷൻസിനനുസരിച്ചിട്ടാണ് റിയാക്ഷൻസ് ഉണ്ടാവുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? അല്ലാതെ വെറുതെ നിങ്ങളൊരു ഡ്രീം വേൾഡിലേക്ക് പോകരുത്. സോ
എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം നോക്കുക. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കുക. കൺസിസ്റ്റൻസി ഈസ് നോട്ട് ഡൂയിങ് ബിഗ് തിങ്സ്, വലിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കൺസിസ്റ്റൻസി. ഫീലിംഗ് ഇൻസ്പയർഡ് എവറി ഡേ, എല്ലാ ദിവസവും ഇൻസ്പയർ ആയിട്ട് ലക്ഷറായിട്ട് നിൽക്കുക എന്നുള്ളതല്ല കൺസിസ്റ്റൻസി. ബീയിങ് പെർഫെക്റ്റ്, വളരെ വൃത്തിക്ക് ചെയ്യാന്നുള്ളതല്ല കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഷോയിങ് അപ്പ് ഈവൻ വെൻ ടയേർഡ്. നിങ്ങൾ ടയേർഡ് ആവുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ദ മണ്ടൈൻ മൊമെന്റ്സ് മാറ്റർ മോസ്റ്റ്. ആ മൊമെന്റ്സ്, ആ നിമിഷത്തിന് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഭയങ്കര ടയേർഡാ. ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ കാണാം, അവരിങ്ങനെ പിന്നെ പുള്ളപ്പോ പുഷപ്പോ ഒക്കെ എടുത്തിട്ട് അയാൾ ഇങ്ങനെ കൗണ്ട് ചെയ്യും 50. അപ്പൊ അയാൾ നിൽക്കുന്ന സമയത്ത് പറയും നോ 51, ഒരു 5 കൂടെ ആ മൊമെന്റ് ചെയ്യിക്കുക. അപ്പോഴാണ് അയാളുടെ ആ ഫിസിക്കൽ, അയാളുടെ ആ ഒരു കോൺഫിഡൻസ് കൂടുക. ഡൂയിങ് ദ മിനിമം ഓൺ ബാഡ് ഡേ. എത്ര ചീത്ത ദിവസമാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടുള്ള ദിവസമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മിനിമം ലെവലിൽ ചെയ്യാം. ടയേർഡായിട്ട് കിടക്കാൻ പറ്റില്ല. നോട്ട് ബ്രേക്കിംഗ് ദ ചെയിൻ, പ്രൊട്ടക്ട് ദ സ്ട്രീക്ക്, ഓണർ ദ റിതം. അതിനെ ബ്രേക്ക് ചെയ്യാതിരിക്കുക. എല്ലാ ദിവസവും എക്സസൈസ് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പനിയാണെങ്കിൽ പോലും എണീറ്റിട്ട് എന്ത് ചെയ്യുക? ഒന്ന് അപ്പുറത്ത് പുറത്ത് നടന്നു നോക്കുക, അല്ലെങ്കിൽ കയ്യൊന്ന് അണയ്ക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് എണീക്കെങ്കിലും ചെയ്യാം. ഓർഡിനറി ഡേ ഷേപ്പ് എക്സ്ട്രാ ഓർഡിനറി ഫീച്ചേഴ്സ്. ദ അൺസക്സി അൺറിമാർക്കബിൾ ട്യൂസ്ഡേ മോർണിംഗ് റൂട്ടീൻ ഈസ് വേർ ട്രാൻസ്ഫോം ആക്ച്വലി ഹാപ്പൻസ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര ക്ഷീണിച്ചു കഴിഞ്ഞാലും സാധാരണ പറയാറില്ലേ, നിങ്ങൾക്ക് ഓടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഓടുക, നടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നടക്കുക, ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. എങ്ങനെയെങ്കിലും ആയിട്ട് മൂവ് ഓൺ ചെയ്തിരിക്കണം. ഇട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ മറക്കാതിരിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ച് മറക്കാതിരിക്കുക. നിങ്ങളെപ്പോലെ എണീറ്റ് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നാളെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, സാർ നിങ്ങൾ എന്നെ ഒന്ന് കാണുമോ? ഞാൻ മണ്ണാർക്കാട് ഒരു വീട്ടിലാണ്, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് സംസാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എനിക്ക് ഫോൺ വരെ ഇപ്പം എൻ്റെ വൈഫ് പിടിച്ചിട്ട് സാറിനോട് സംസാരിക്കുന്നത്. എനിക്ക് വലിയൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സാർ അതൊരു സിസ്റ്റം സെറ്റ് ചെയ്ത് തരും. ഇതാണ് ചോദ്യം. നമ്മളെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് ഒരു ഫോൺ വിളിക്കണം തോന്നിക്കഴിഞ്ഞാൽ വരെ അദ്ദേഹത്തിന്റെ ഒരു വൈഫിന്റെ ഹെൽപ്പ് വേണം. ആ വൈഫ് ഫോൺ പിടിച്ചു കൊടുക്കണം, അയാൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ ഹെഡ്സെറ്റ് വെക്കണം. ഈസ് ദാറ്റ് ക്ലിയർ? അങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യൻ വരെ വലിയ സ്വപ്നം കാണുന്നത് കേരളം മൊത്തം അയാൾക്കൊരു സ്ഥാപനം വരണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളവിടെ കൺസിസ്റ്റൻസി ഉറപ്പിക്കുന്നു. ലോസ് ഓഫ് അട്രാക്ഷൻ, ദ ഹിഡൻ കോസ്റ്റ്. ഓക്കെ, most people don't notice when they are losing momentum. It's happened quickly. It's gap between intention and action. Attraction, whether to goals, opportunities or outcome. Inconsistencies create statics. നിങ്ങളിതൊക്കെ ആലോചിക്കും, പക്ഷെ നിങ്ങളിങ്ങനെ അറിയില്ല. ഒരു ദിവസത്തിൽ ഒരു മൊമെന്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു. വി സ്കിപ്പ് വിത്തൗട്ട് അവയർനെസ് ജസ്റ്റ് ദീസ് വൺസ്. ഇത് ഒരു തവണ അല്ല എന്നുള്ള നിങ്ങൾ കേൾക്കുന്നത്. വി ഡോണ്ട് ട്രാക്ക് അണ്ടിൽ വീക്ക് ഹാവ് പാസ്ഡ്. ഓക്കെ, ഇത് ഇന്നല്ലേ, ഓ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം. തിങ്കളാഴ്ച അങ്ങനെ പോയി, ഓ നാളെ ചെയ്യാം. ചൊവ്വാഴ്ച അങ്ങനെ പോയി, നാളെ ചെയ്യാം. ബുധനാഴ്ച അങ്ങനെ പോയി. അപ്പോഴേക്കും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ലൈഫ് അവിടെ തന്നെ ഉണ്ടാവും. വി റീസ്റ്റാർട്ട് വിത്തൗട്ട് ഡിസിപ്ലിൻ. നമുക്ക് ഒരു ഡിസിപ്ലിനും ഇല്ലാതെ എന്ത് ചെയ്യും? നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. വി വെയിറ്റ് ടു ഫീൽ റൈറ്റ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടെ ശരിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. വി ടോക്ക് മോർ ദാൻ വി ആക്ട്. നമ്മൾ ഒരുപാട് സംസാരിക്കും, നമ്മളുടെ ആക്ഷൻസ് കുറച്ച്. ഇൻകൺസിസ്റ്റൻസി സെൻസ് കൺഫ്യൂഷൻ. യൂണിവേഴ്സിലേക്ക് എന്താ സെൻഡ് ചെയ്യുന്നത്? കൺഫ്യൂഷൻസ് ആ സെൻഡ് ചെയ്യുന്നത്. കൺഫ്യൂഷൻസ് ക്രിയേറ്റ് സ്റ്റാഗ്നേഷൻ. കൺഫ്യൂഷൻ സ്റ്റാഗ്നേഷൻസ് ഉണ്ടാക്കും. വെൻ യുവർ ആക്ഷൻ ഡോണ്ട് മാച്ച് യുവർ stated goals, the universe and your own subconscious receive mixed signal. നിങ്ങൾക്ക് തന്നെ ഒരു ആക്ഷൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഗോളിലേക്ക് എത്തില്ല. യൂണിവേഴ്സിനും നിങ്ങൾക്കും ഒരു മിക്സ്ഡ് സിഗ്നൽസ് ആണ് ഉണ്ടാവുക. അപ്പൊ അതിന് നമുക്ക് കൺസിസ്റ്റൻസി വേണം. രണ്ടാമത് നമുക്ക് പെർസിസ്റ്റൻസ് വേണം. ദ സൈലന്റ് അഡ്വാൻറ്റേജ്. പെർസിസ്റ്റൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പെർസിസ്റ്റൻസ് ഡസൻറ്റ് അനൗൺസ് ഇറ്റ് സെൽഫ്. നമ്മോട് കുറെ പറയല്ലേ ചെയ്യാം. ഇറ്റ്സ് ഓപ്പറേറ്റ് ബിലോ ദ സർഫസ്. കടലിലൊക്കെ താഴെ നമ്മൾ പറയുന്ന പോലെ അവിടെ നമുക്ക് എന്തൊക്കെയാ വേണ്ടി? കണ്ടിന്യൂയിങ് വിത്തൗട്ട് വിസിബിൾ റിസൾട്ട്. റിസൾട്ട് കിട്ടാത്തപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്നലെ മിനിയാന്ന് പറഞ്ഞു, സൈഫ ഇൻസ്റ്റാഗ്രാമൊക്കെ ടൺക്കി അടിച്ചുല്ലേ? ചെലവ് കാണോ? ഇൻസ്റ്റാഗ്രാം ടൺക്കി അടിച്ചു. എത്ര സമയം കൊണ്ടറിയോ? ഇറ്റ്സ് ടേക്ക് മോർ ദാൻ 7 years. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള 7 years. ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങി
അത് മാറ്റി വേറെ ഇൻസ്റ്റാഗ്രാം തുടങ്ങി ലാസ്റ്റ് 2 ഇയർ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് ഡേ ടു ഡേ ആളുകളെ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അനലൈസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവർക്ക് പൈസ കൊടുത്ത് ഇട്ട് ഇൻസ്റ്റാഗ്രാം 10K അടിച്ചു, 10K 11K ആയി, 12K ആയിക്കൊണ്ടിരിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ 13K ആവും. പക്ഷേ 10K ആവാനുള്ള ബുദ്ധിമുട്ട് 2 വർഷമായിരുന്നു. ഒരുപക്ഷെ 10K 15K ആവാനുള്ള സമയം ചിലപ്പോൾ 3 മാസമായിരിക്കും. അതിൻ്റെ അടുത്ത് 3 മാസം കൊണ്ട് 15K ആയിരുന്നാണോ? ഡു ഇറ്റ് റെഗുലർലി ഗേസ്, ഡു ഇറ്റ് റെഗുലർലി. സ്കിയോളോ അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ സ്കിയോളോ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല. ക്ലിയർ ആണോ? സ്കിയോളോ എന്റെ സ്ഥാപനം തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ സ്കിയോളോ ഉദ്ദേശിച്ച റിസൾട്ട്, ഞങ്ങൾക്ക് വലിയ വലിയ ടീംസുകൾ വന്നു, വലിയ വലിയ ആളുകളുമായിട്ട് കൊളാബ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഈ റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല. ഓഫീസുകൾ പല സ്ഥലത്തായി, ഉദ്ദേശിച്ച റിസൾട്ട് ഇപ്പൊ ആയിട്ടില്ല. കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള കമ്പനികളൊക്കെ അന്വേഷണം തുടങ്ങി, വരാൻ പറയാൻ തുടങ്ങി, മീറ്റപ്പിന് വിളിക്കാൻ തുടങ്ങി, റിസൾട്ട് ആയിട്ടില്ല. ഡൂയിങ് ഇറ്റ് വെൻ നോബഡി നോട്ടീസസ്. വേറെ ആളുകൾ നോക്കുമ്പോഴല്ല, ബിമാജിറ്റിക്കൽ ആളുകൾ നോക്കാനുണ്ടാകുമ്പോഴല്ല, ആരും നോക്കാനില്ലാത്തപ്പോൾ നിങ്ങൾക്ക് എണ്ണിക്കാൻ സാധിക്കണം. ഇന്നലെ എന്നോട് ഈ മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. മീൻസ് മീറ്റിങ്ങിന്റെ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ ഷൈനി മാം സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, അവരുടെ മിസ്റ്റേക്ക് അല്ല. അപ്പൊ ഞാൻ ഉണർന്നിട്ട് ഞാൻ ആദ്യം നോക്കുന്നത് ബിമാജിക്കിന്റെ ഗ്രൂപ്പ് പോയി നോക്കി, പോസ്റ്റർ ഏതാണ്. അപ്പൊ എന്റെ പോസ്റ്ററാണ്. എണീറ്റു PPT ഉണ്ടാക്കി. ആണോ? എണീറ്റു PPT ഉണ്ടാക്കി. അതാണ് ഞങ്ങൾ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. Doing it when nobody notices. No external feedback. Just you and the work. Staying when quitting feels easier. എനിക്ക് നിർത്തണം തോന്നുന്ന മൊമെന്റിൽ ചെയ്യേ. Every day you don't quit. You are building a case of your own reliability. Most people stop just before alignment happens. യൂണിവേഴ്സിനുള്ള അലൈൻമെന്റ് ഉണ്ട്, അത് കിട്ടുന്നത് വരെ ചെയ്യും. സ്റ്റോപ്പ് ചെയ്യല്ലേ. നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ബിസിനസ് തുടങ്ങിയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടുകയല്ലേ. ഡു അഗെയിൻ, അനലൈസ് ആൻഡ് അഗെയിൻ. ഇങ്ങനെ ആകുമ്പോൾ വൺ ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വളരെ ബ്യൂട്ടിഫുൾ. സോ മൈ ഡിയർ ഗേസ്, പ്ലീസ് ലിസൺ ദിസ്. ആക്ഷൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് അട്രാക്ഷൻ. സി നോട്ട് ദ പോയിന്റ്. നിങ്ങൾ എഴുതി വെക്കുക, വളരെ ഗോൾഡൻ ലിപികളാണ് എഴുതി വെക്കുക. ആക്ഷൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. അട്രാക്ഷൻ ഡസ് നോട്ട് റെസ്പോണ്ട് ടു പ്ലാൻസ്, ഇന്റൻഷൻ, വേർഡ്സ് അലോൺ. നിങ്ങൾ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കി, ഗോളുകൾ ഉണ്ടാക്കി, ബ്യൂട്ടിഫുൾ സ്ട്രാറ്റജീസ് ദാറ്റ് നെവർ ലീവ്സ് ദ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ മാത്രമായിട്ട് കാര്യമില്ല. വാണ്ടിങ് സംതിങ് ഡസന്റ് മൂവ് എനർജി. നിങ്ങൾ എനർജി കൊണ്ടുപോകില്ല. ടോക്കിംഗ് അബൌട്ട് ചേഞ്ച് ഇൻ ചേഞ്ച്. നമ്മൾ ഗൗരവമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് ചേഞ്ച് ആവില്ല. ഡെയിലി ആക്ഷൻസ്, സ്മോൾ റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് ഈസ് സിഗ്നൽ കമ്മിറ്റ്മെന്റ്. റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. അതേപോലെ തന്നെ ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സുകൾ. ആക്ടിങ് ആസ് ദ പേഴ്സൺ യു ആർ ബിക്കമിങ്. നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്ന പേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കാം. ആക്ഷൻ കമ്മ്യൂണിക്കേറ്റ്സ്, റിപ്പീറ്റേഷൻ എന്ത് ചെയ്യും? ആക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് കൺഫേം ചെയ്യും. വൺസ് ആക്ഷൻസ് എ മേ ബി, റിപ്പീറ്റേഷൻ ആക്ട്സ് എ ദിസ് ഈസ് ഹു ഐ ആം. ചിലപ്പം എന്നൊക്കെ പറയുകയാണെങ്കിൽ ചെയ്ത് നോക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ്ഫുൾ പേഴ്സൺ ആവാൻ സാധിക്കില്ല. സോ സ്മോൾ ആക്ഷൻസ് മീൻസ് നിങ്ങളൊരു ഡെയിലി 10 to 15 minutes ഡെയിലി ബീറ്റ്സ് ബിഗ് പ്ലാൻ. എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കാം? സിമ്പിൾ റൊട്ടീൻ ബീറ്റ് കോംപ്ലക്സ് മെത്തേഡ്. സസ്റ്റൈനബിലിറ്റി ബീറ്റ്സ് ഇന്റൻസിറ്റി. ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോയി നോക്കുക. ഇവിടെയാണ് നിങ്ങൾ കമ്മ്യൂണിറ്റിനെ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. ബിമാജിക്കിനെ യൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? കീപ് യു വിസിബിൾ. നിങ്ങൾക്ക് ഇവിടെ ചലഞ്ചസ് നടത്താം. ബിൽഡ്സ് റിതം, ഒരു റിതം ഉണ്ടാക്കാം. ക്രിയേറ്റ് ഡിസിപ്ലിൻ ഉണ്ടാക്കാം. റിഡ്യൂസ് എക്സ്ക്യൂസസിനെ ഒഴിവാക്കാം. കൺസിസ്റ്റൻസി ഗ്രോസ് ഫാസ്റ്റർ ദാൻ വെൻ ഇറ്റ്സ് ഷെയർഡ്. സോളോ ഡിസിപ്ലിൻ ഈസ് അഡ്മിറബിൾ, കളക്റ്റീവ് ഡിസിപ്ലിൻ ഈസ് അൺസ്റ്റോപ്പബിൾ. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിനെ യൂസ് ചെയ്തിട്ട് അതൊരു കളക്റ്റീവ് ഡിസിപ്ലിനിലേക്കും ഇതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളിപ്പോൾ രാവിലെ എണീക്കുന്ന കാര്യങ്ങളിൽ ഉഷാറായിട്ടുള്ളത് പോലെ
ആക്ഷൻ ബാക്കി എടുക്കുന്ന കാര്യങ്ങളിലും ഉഷാറാവുക. സെയിം വേക്കപ്പ് ടൈം, വൺ സ്മാൾ ആക്ഷൻ, നോ 0 days. ഒന്നും ചെയ്യാത്തൊരു ദിവസം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫൈനൽ തോട്ട്, അട്രാക്ഷൻ ഡസിൻ റിവാർഡ്സ് എഫേർട്ട്, ഇറ്റ്സ് റിവാർഡ്സ് കണ്ടിന്യൂറ്റി. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, കണ്ടിന്യൂറ്റി ആയിട്ട് ചെയ്യുക. ദ വേൾഡ് ഡസിൻ കെയർ ഹൗ ഹാർഡ് യു വർക്ക് ഓൺ ദ ഡേയ്സ് യു ഷോഡ് അപ്പ്. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതല്ല ലോകം നോക്കുക. ഇറ്റ്സ് റെസ്പോൺസ് ടു ദ പാറ്റേൺ, നിങ്ങളെ പാറ്റേൺ ആണ് നോക്കുക. ടു ദ സിഗ്നൽ ദാറ്റ് ബിൽഡ്സ് ഓവർ ടൈം, നിങ്ങൾ ആ ഒരു സിഗ്നലിനെയാണ് നോക്കുക. ടു ദ ഐഡന്റിറ്റി യു പ്രൂവ് ത്രൂ റിപ്പീറ്റഡ് ബിഹേവിയർ, നിങ്ങൾക്ക് റിപ്പീറ്റ് ആയ ബിഹേവിയറിലേക്കാണ് ലോകം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നോക്കുക. നോളജ് വോണ്ട് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടായാലും നിങ്ങൾ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. മോട്ടിവേഷൻ വോണ്ട് സസ്റ്റെയിൻ യു, മോട്ടിവേഷൻ നിങ്ങൾക്ക് സസ്റ്റെയിൻ ആയിട്ട് നിൽക്കാൻ പോകുന്നില്ല. ഓൺലി ആക്ഷൻ റിപ്പീറ്റഡ് mundane, unglamorous action create the magnetic pull that bring opportunities, health, relationship and result into alignment. നിങ്ങളുടെ അലൈൻമെന്റിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളായിരിക്കും. യുവർ ഫ്യൂച്ചർ റെസ്പോൺസ് ഓൺ ടു വാട്ട് യു നോ, സോറി, യുവർ ഫ്യൂച്ചർ റെസ്പോൺസ് നോട്ട് ടു വാട്ട് യു നോ ബട്ട് ടു വാട്ട് യു റിപ്പീറ്റ്. നിങ്ങൾക്ക് എന്തറിയാം എന്നതിനെ കുറിച്ചിട്ടല്ല നിങ്ങളെ ഫ്യൂച്ചർ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്. സ്റ്റാർട്ട് സ്മാൾ, ചെറുതായിട്ട് തുടങ്ങുക. സ്റ്റേ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുക. ട്രസ്റ്റ് ദ പ്രോസസ് ഈവൻ വെൻ നത്തിങ് സീം ടു ബി ഹാപ്പൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള റിസൾട്ട് കാണുന്നതെങ്കിൽ ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് ദ ഗോഡ്. നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. എസ്പെഷ്യലി ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൺ ഡേ സക്സസ്ഫുൾ ആകാൻ സാധിക്കും. അവിടെയാണ് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്തിനെ കാണാൻ സാധിക്കും. ഈസ് ദാറ്റ് ക്ലിയർ? ചുമ്മാ സ്വപ്നം കാണല്ലോ. നിങ്ങൾ സ്വപ്നത്തിലേക്ക് എത്തുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻസ് എടുക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. റിസൾട്ട് കിട്ടുന്നത് വരെ പോകും. 1 വർഷം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയില്ലേ, കണ്ടിന്യൂ ചെയ്യും. 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയില്ലേ, കണ്ടിന്യൂ ചെയ്യും. 3 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയില്ലേ, കണ്ടിന്യൂ ചെയ്യും. 4 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയില്ലേ, കണ്ടിന്യൂ ചെയ്യും. കിട്ടുന്നത് വരെ ചെയ്യും. ദർ ഇസ് നോ അതർ ഓപ്ഷൻസ്. കുറച്ച് കാലങ്ങൾ ചെയ്ത് നിങ്ങൾ റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യില്ലേ, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഫോർഗെറ്റ് അബൌട്ട് ദ റിസൾട്ട്. റിസൾട്ട് വിൽ കം, റിസൾട്ട് വിൽ ട്രേസ് യു. റിസൾട്ട് നിങ്ങൾ തേടി വരും. ചെയ്യാനുള്ള കാര്യങ്ങൾ ഡെയിലി ആക്ഷനബിൾ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ബി ആൻ ആക്ഷൻ ഓറിയന്റഡ് പേഴ്സൺ, ബി എ സൊല്യൂഷൻ ഓറിയന്റഡ് പേഴ്സൺ. then you can feel the magic. then only you can feel the magic. ബി മാജിക്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ മാജിക് ഒന്നും ഫീൽ ചെയ്യാൻ കഴിയില്ല. If you want to really feel the magic, doing it regularly. അറിയുന്ന കാര്യം വെച്ച് ചെയ്യും. So thank you all. Hand over to what's her name? Sorry, Arathi. Sorry. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കൺസിസ്റ്റൻസി, പെർസിസ്റ്റൻസി, ആക്ഷൻ, അതൊക്കെ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ നിന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്നപ്പോ ഓർമ്മ വന്നെന്ന് വെച്ചാൽ, ഒരു കൽപ്പണിക്കാരൻ ഒരുപാട് തവണ കൊത്തിയിട്ട് തന്റെ ലാസ്റ്റ് ഇപ്പൊ ഒരു കൽപ്പണിക്കാരൻ ഒരു തവണ കൊത്തി ഒരു കല്ലിൽ, 2 തവണ കൊത്തി, 3 തവണ കൊത്തി, പക്ഷെ എന്തെങ്കിലും പൊട്ടുന്നില്ല. ചിലപ്പോ അയാളുടെ 106ാമത്തെ കൊത്തിൽ വല്ലതായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ കല്ല് പൊടിയുന്നത് എന്ന് പറഞ്ഞ അയാളുടെ അത്രയും തവണ ആ കൊത്തിയതൊന്നും വേസ്റ്റ് അല്ല. ഓരോ തവണയും അതൊന്നാണ് പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതേ കണക്കാണ് നമ്മൾക്ക് എങ്ങനെയാണ് കൺസിസ്റ്റൻസി നമ്മുടെ ലൈഫിൽ മാച്ച് ആവുന്ന കാര്യമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ ഫീഡ്ബാക്സിനായിട്ട് എല്ലാ മെമ്പേഴ്സിനെയും ക്ഷണിക്കുന്നു. താങ്ക് യു ആരതി. ആരതി നന്നായിട്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക. ഓക്കെ, ആരതി തന്നെ കേട്ട് വെക്കുക. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ റിപ്പീറ്റ് ആയിട്ട് ആരതി ഇങ്ങനെ കേട്ട് വെക്കുക. എന്തൊക്കെ ചേഞ്ചസ് നാളെ എനിക്ക് ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇന്ന് ആരതി ചെയ്തിരിക്കുന്ന ഉഷാറാണ്, പക്ഷെ നാളെ അടുത്തൊരു വീക്കിൽ അല്ലെങ്കിൽ ഇതിൽ വരുമ്പോൾ ആരതി ഇതിലേറെ ഉഷാറായിട്ട് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലൊരു ആങ്കറിങ് നടത്താൻ പറ്റും നോക്കുക. നല്ല ആങ്കറിങ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ്, കുറച്ചും കൂടെ നിങ്ങൾക്ക് അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള ടീംസിനോടൊക്കെ ഫീഡ്ബാക്ക് വെച്ച് നോക്കുക. എന്തൊക്കെയാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തേണ്ടത് വെച്ച് നോക്കാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും ഒരുപാട് അതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നാളെ ഒരു പേയ്മെന്റ് വാങ്ങുന്ന ആങ്കറായിട്ട് മാറണം. ക്ലിയർ ആണോ? അങ്ങനെ ബി മാജിക്കിൽ ആങ്കറിങ് ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആങ്കറിങ്ങിന് വിളിക്കുകയും അതിനൊക്കെ പേയ്മെന്റ് മേടിക്കാനും പറ്റണം. ആ രീതിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നാളെ ഒരു TV-യിൽ, നാളെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ആങ്കറായിട്ട് വരുന്ന രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ ആണോ ആരതി? ഓക്കെ സാർ. താങ്ക് യു. താങ്ക് യു സർ.
സോ ഓൾ നെക്സ്റ്റ് കാണോ അല്ലെങ്കിൽ Windip ചെയ്യാം. ഓക്കെ താങ്ക് യു ഓൾ Thank you. Thank you, sir. Thank you. Thank you, Said sir. Thank Thank you you, all. Seth. Thank you very Thank you, much. sir. Thank you all. Thank you, sir. Thank you, sir. താങ്ക് യു